24-ന്റെ ഇലക്ഷൻ സ്പെഷ്യൽ സൈക്കിൾ യജ്ഞം നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴ മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. വോട്ടേഴ്സിന്റെ മനസ്സറിഞ്ഞ് ടീം 24 യാത്ര തുടരുന്നു. അതിലേക്ക് സൈക്കിൾ യജ്ഞം നമ്മുടെ മണ്ഡല പര്യടനമായിട്ട് ഇപ്പോൾ ആലപ്പുഴയിലാണ് വന്ന് നിൽക്കുന്നത്. ഇക്കുറി ശക്തമായ മത്സരം തന്നെയായിരിക്കും ഉണ്ടാവുക. KC വേണുഗോപാൽ ഇത്തവണ മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം അവരെ ഏറ്റവും വലിയ പിന്തുണച്ച ആരിഫിന്റെ മണ്ഡലം കൂടിയാണ്. ശോഭാ സുരേന്ദ്രൻ മത്സര രംഗത്തുണ്ട്. മൂന്നുപേരും കട്ടയ്ക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിക്കാം, അവർക്ക് എന്താണ് പറയാനുള്ളത്. എന്താ വില? 40 രൂപ. മുഴത്തിന് 40 രൂപ. ഈ കനകാമ്പരം ഒന്നും അങ്ങനെ അധികം കാണാറില്ല. കൂടുതലായിട്ട് കാണാൻ. ചേട്ടാ, ഇലക്ഷന്റെ ചൂടൊക്കെ ഇങ്ങനെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. ആലപ്പുഴ ആർക്കാണ് സാധ്യത? നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആരിഫിനാണ് സാധ്യത. ഇന്ത്യ സഖ്യത്തില് ഇപ്പം കോൺഗ്രസും ഉണ്ട്, CPM ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം KC വേണുഗോപാൽ ജയിച്ചാലും പോരാ. അദ്ദേഹം BJPക്ക് അവിടെ സാധ്യത ഒരുക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ തീർച്ചയായിട്ടും KC ജയിച്ചാലും ആരിഫ് ജയിച്ചാലും കേന്ദ്രത്തിൽ പോയി ചായ മേടിക്കാനേ പറ്റത്തുള്ളൂ. ബാക്കി കേന്ദ്രം BJP ഭരിക്കുന്ന കാരണം കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ ഇവിടുന്ന് പോയാലേ സാഹചര്യം ജയിക്കും. കേന്ദ്രത്തിൽ മോദി സർക്കാർ തന്നെ നിലവിൽ വരും. ഇവിടെ ശോഭാ സുരേന്ദ്രൻ നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്ത് മാറ്റമാണ് ആലപ്പുഴയ്ക്ക് ഉണ്ടാവുക? ആലപ്പുഴ വികസനത്തിന്റെ നല്ല രീതിയിൽ വരും. വികസനം കുറവാണ്. ഇദ്ദേഹം ഇവിടെ എത്ര വർഷമായിട്ട് ഇവിടെ കച്ചവടത്തിലുള്ള ഒരു വ്യക്തിയാണ്. വികസനമില്ല എന്ന് കണ്ണടച്ചിട്ടേക്കാനൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം ഇദ്ദേഹം വന്ന സമയം നമ്മളിവിടെ ഉണ്ടായിരുന്നതാണ്. ഈ ആലപ്പുഴ പട്ടണം വികസിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടാവാം. അടുത്ത സ്ഥലത്തേക്ക് പോവാം അല്ലേ? ഈ പ്രാവശ്യത്തെ വോട്ട് എല്ലാവരും ചെയ്യണം. അതുമാത്രമല്ല, വികസനം നോക്കണം. വികസനമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഇടതുപക്ഷവും വലതുപക്ഷവും. രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുള്ള പ്രതീക്ഷയാണ്. അതെ, കുറെ പേര് പറയുന്നുണ്ട് ഇപ്രാവശ്യം വോട്ട് ചെയ്യണില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ചെയ്യണം. നമ്മളുടെ എന്താണോ നമ്മളുടെ തീരുമാനം അത് നമ്മൾ വോട്ട് ചെയ്ത് തന്നെ അറിയിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഹായ് ചേച്ചി, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല. വിഷു കഴിഞ്ഞപ്പോ കച്ചവടമൊക്കെ ഉണ്ട്. ഭയങ്കര ചൂടല്ലേ? ഭയങ്കര ചൂടാണ്. വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെക്കുമോ? ഇഷ്ടംപോലെ ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ തണ്ണീർപ്പന്തലുണ്ട്. പക്ഷെ വെള്ളമില്ലെന്നേ ഉള്ളൂ. പന്തല് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. വോട്ട് ചെയ്യാൻ പോവും. അത് വോട്ട് നമ്മുടെ അവകാശമല്ല. ഞാൻ ആലോചിക്കാം ചേച്ചി, എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ പൂ കെട്ടുന്നത്. ഞാൻ കുറെ തവണ പൂ കെട്ടാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല. ഈ സ്ത്രീകൾക്ക് പൊതുവെ ഇലക്ഷനിലൊന്നും താല്പര്യമില്ല എന്ന് പറയാം. ആലപ്പുഴയിലെ സ്ത്രീകളുടെ കാര്യം എങ്ങനെയാ? നമ്മളെ രാവിലെ ചെയ്യാൻ നമ്മളതിനെ പറ്റി തിരക്കാറില്ല. ഇത്തവണത്തെ ഒരു പോക്ക് എങ്ങനെയാ? ആരും ജയിക്കാം? നമുക്കറിയാൻ ഇലക്ഷൻ പ്രചാരണമൊക്കെ ചൂടുപിടിക്കണ്ട? സ്ഥാനാർത്ഥികളൊക്കെ കാണാനൊക്കെ സ്ഥാനാർത്ഥികൾ അങ്ങനെ വലിയ പാർട്ടിക്കാരും എന്ന് പറയുന്നല്ല. സ്ഥാനാർത്ഥികളൊന്നും ഉണ്ടില്ല.